ഓ ആ മോളെ തീരെ വയ്യ, കാല് വേദന, എന്തോരം വേദനയാ. ഒരു മാസമല്ലേ ഞാനും കിടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മോൾക്ക് മതിയായിട്ടുണ്ടാവുമല്ലേ. കുട്ടിനെയും നോക്കണം, എന്താ എന്നെയും നോക്കണം. മോളൊരു കാര്യം ചെയ്, ഒരു കാൽസ്യത്തിന്റെ ഗുളികയും തൈലവും കുറച്ചൊന്ന് കൊണ്ടുപോകാം അങ്ങോട്ടേക്ക്. മറ്റേ വേദന്റെ ഒരു മരുന്ന് കൊടുത്തോ. അത്രയ്ക്ക് വയ്യ അമ്മയ്ക്ക്. അമ്മ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കാൽഷ്യം ടാബ്ലറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് കഴിക്കാൻ സമയമായില്ല. ഇപ്പൊ ഞാൻ കൊണ്ടുവരാം, അമ്മ ഇവിടെ തന്നെ ഇരുന്നു. അല്ലെങ്കിലും ആർക്കാകണ് എണിക്കാനും നടക്കാനും പണിയെടുക്കാനും ഒക്കെ. വെറുതെ ഇങ്ങനെ ഒരു മാസം ഇരുന്ന് നല്ല സുഖം. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് മാറി പണിയെടുക്കേണ്ടി വരുമോ പറഞ്ഞിട്ടാണ് ടെൻഷൻ. എന്താ മരുന്ന് കഴിക്കും. ഞാൻ കുഴമ്പ് ഇതാ ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്, ഞാൻ തേച്ചു തരാം. ഞാൻ തേച്ചു തരാം. ഒന്ന് വെള്ളം കുടിച്ച് മരുന്ന് കഴിച്ചു നോക്കട്ടെ. കല്ല് ഇട്ട് തരട്ടെ? കാലിൽ ലേശം തേക്കും മോളെ. രാവിലെ ഇട്ടതാണല്ലേ? പാനിലൊന്നും ആവണ്ട, പാത്രത്തിൽ തേച്ചാൽ മതി. രാവിലെ ഇട്ട് കുളിച്ചപ്പോ അതൊക്കെ പോയില്ലേ. ഇനിയിപ്പോ കുറച്ചു നേരം എണ്ണയിട്ട് ഇരിക്കട്ടെ. ഇനി വൈകുന്നേരം നല്ലോണം എണ്ണ ചൂടാക്കിയിട്ടേ കാലിലൊക്കെ നല്ലോണം തേച്ച് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെയൊന്നും തൊട്ടാൽ മതിയാവില്ല. ഞരമ്പൊക്കെ ഒന്ന് നിവരണം. നല്ല ചോന്നിട്ടുണ്ട്. കണ്ടില്ലേ കാല് വീങ്ങിയിരിക്കുന്നത്. വെറുതെ ഇരിക്കില്ല. അത്രയ്ക്ക് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടേ ഇല്ല. പണിയെടുത്തോണ്ടേ ഇരിക്കുന്ന ആളാ. ഇതിപ്പോ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്ന ആരൊക്കെ അറിയാം മോളെ. നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടായോ? അയ്യോ എന്ത് ബുദ്ധിമുട്ടമ്മേ. എന്താ മോളെ, ഞാൻ രാവിലെ കുളിച്ചിട്ടേ തുണികളൊക്കെ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴുകി അമ്മ ഉണങ്ങാനിട്ടിട്ടുണ്ട്. നല്ലോണം ഉണങ്ങണം. പിന്നെ മെഷീനിലിട്ടില്ലല്ലോ? അലക്കി തന്നെ മെഷീനിലിടണ്ട. കാരണം എന്താ അറിയോ, അത് എണ്ണയെല്ലാം ആയതല്ലേ. പിന്നെ അതുമല്ല വൃത്തിയാവില്ലേ. ആ മെഷീൻ എന്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കിങ്ങാണ്ട് തരും. കല്ലിലിട്ട് നല്ലോണം ഉരച്ച് അലക്കണം. ആ മെഷീനിലിടാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ മാക്സിമം തുണികളൊന്നും മെഷീനിലിടണ്ടാട്ടാ. എന്താ പറയാ, തുണികൾ വെടക്കായി പോകും. മതിയില്ലേ? ഇനി വൈകുന്നേരമേ ഇപ്പൊ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചോ, 40 ഇട്ടിട്ട്. വലിയ കലത്തിൽ വേയും മോളെ. എന്നാലേ വൈകുന്നേരം നമ്മൾക്ക് തണുക്കട്ടെ, എന്നിട്ട് മേലെയും ഒഴിക്കാലോ. മരുന്ന് കഴിക്കണേ. 40 ഇടണേ. ഇട്ടോളാം. പിന്നെ ഞാൻ താഴെ വരാം. 2 ഗ്ലാസ് പാൽ അവിടെ കാച്ചി വെക്കേ. 1 ഗ്ലാസ് ഈ കപ്പിലൊന്നും തന്നിട്ട് മതിയാവുന്നില്ല. അതന്നെ ഇപ്പൊ എണിക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. ആ വലിയ കപ്പിലൊന്നും കാച്ചി വെക്കേ. ആ നേന്ത്രപ്പഴം 2 ടേബിളിന്റെ മേലെ വെച്ചോ. എടാ, ചോറും കറിയൊക്കെ ആയോ? കഴിച്ചിട്ട് എനിക്ക് വേഗം പോണം. ഇല്ല ഏട്ടാ, ചോറായി, പക്ഷെ കറി ആയിട്ടില്ല. അമ്മേന്റെ പുറകെ രാവിലെ മുതൽ നടക്കാൻ തുടങ്ങിയതാ. അമ്മയ്ക്ക് നല്ല കാലുവേദന. രാവിലെ എന്നെ കുഴമ്പൊക്കെ ചൂടാക്കിയിട്ട് കാലിട്ട് കൊടുത്തു. എന്നിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി അമ്മയോടൊന്ന് കുളിക്കാൻ പറഞ്ഞു. പിന്നെ കഞ്ഞി വേണമെന്ന് പറഞ്ഞു, കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവർക്ക് അമ്മയ്ക്ക് ഇതന്നെ കഴിക്കണല്ലോ, ചീരയും തോരനും, ചീരത്തോരൻ കഴിക്കണ്ടേ. അപ്പൊ അതാക്കി മുഴുവൻ അമ്മേന്റെ പുറകെ. ഇതിപ്പോ അമ്മ പറയുന്നത് വൈകുന്നേരത്തേക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട്. കറി അതാ ഉണ്ടാക്കാൻ വൈകിയ. അതിന് വൈകുന്നേരം കുളിക്കാനെന്ന് ഇപ്പൊ തന്നെ വെള്ളം ചൂടാക്കുന്നത്? വൈകുന്നേരം ചൂടാക്കിയാ പോരെ? 40 മിനിറ്റ് തിളപ്പിക്കണം വെള്ളത്തില്. ഇപ്പൊ തിളപ്പിച്ചാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും തണുക്കും. പച്ചവെള്ളം മിക്സ് ചെയ്യണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താ നല്ല മാറ്റമുണ്ട്. മര്യാദക്ക് നന്നായിട്ട് നോക്കുമ്പോഴേ പെട്ടെന്ന് മാറണ്ടേ. അമ്മയ്ക്ക് ഓടിച്ചാടി നടക്കാനുള്ളതല്ലേ. എന്നാ പിന്നെ ഞാനൊന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം അല്ലേ? അല്ലേലും അമ്മ വീണ പിന്നെ നിനക്ക് അമ്മേന്റെ പുറകെ നടക്കാൻ മാത്രമേ സമയമുള്ളൂ. മക്കളെ കാര്യം പോലും നീ മര്യാദയ്ക്ക് നോക്കുന്നില്ല. എന്താപ്പ ചെയ്യാ, അമ്മേന്റെ കാര്യങ്ങൾ നോക്കണ്ടേ. വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. ഇനി എന്തായാലും പുറത്തൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ആക്കി തരാം. എന്നാ പിന്നെ നീ പെട്ടെന്നാക്ക്. സമയം എത്രേ? സമയം മോളെ, സമയായിട്ടോ. വലിയ 1 ഗ്ലാസ് പാലില്ലേ നിറച്ച ഹോർലിക്സ് കലക്കിയോണ്ട് കൊണ്ടുപോവാ. വല്ലാത്തൊരു ക്ഷീണം ആവുന്നില്ല. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും മതിയായി. ഒന്ന് വേഗം കൊണ്ടുപോവാ. വെള്ളം ചൂടിരുന്നോട്ടെ പാല്. അമ്മ വരുന്നു. ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടേ പുറത്ത് വെച്ചിട്ട് വന്നതാ. പാൽ ഈ അമ്മാവ കഴിച്ചു. ഹോർലിക്സ് എവിടെയാണോ വെച്ച? ആദ്യം പാല് കഴിച്ചിട്ട്. പാത്രങ്ങൾ വെയിലത്ത് വെച്ചൊക്കെ നല്ലത് തന്നെ.
ഒരുപാട് നേരം വെയിൽ കൊള്ളിക്കണ്ട, ഉണങ്ങിയതങ്ങ് എടുത്തു വെക്കി. ആ സ്റ്റീൽ പാത്രങ്ങളുടെ കളറ് മുഴുവനും അങ്ങ് പോകും. അതൊക്കെ ഒരുപാട് വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ, ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇല്ലമ്മ, ഞാൻ എടുത്തു വെച്ചോളാം. പാലൊന്ന് തിളപ്പിക്കട്ടെ. കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണം, അതിനും വിശന്നിട്ടുണ്ട് തോന്നുന്നു. ഈ കുഞ്ഞിനൊക്കെ അങ്ങ് പതുക്കെ കൊടുക്ക്. ഹോർലിക്സ് എവിടെയമ്മ വെച്ചേ? അമ്മ ഇന്നലെ കഴിച്ചിട്ട് ഹോർലിക്സ് എവിടെ വെച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? അയ്യോ, എനിക്കത് മറന്നുപോയി മോളെ. ഞാൻ ഇന്നലെ രാത്രി ലേശം കഴിക്കാൻ വേണ്ടിട്ടേ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയതാ. അവിടെ ഉണ്ടാവും, ചെന്ന് നോക്ക് നീ. ആ, വെറുതെ അല്ല. മോൻ രാവിലെ ഒന്ന് പാല് കുടിക്കാൻ നോക്കിയപ്പോഴേ അവൻ പറഞ്ഞതാ ഹോർലിക്സ് വേണമെന്ന്. അന്നേരം ഞാൻ കണ്ടില്ല, എവിടെയൊക്കെ തെരഞ്ഞു. ഇനിയിപ്പോ അത് പാല് കാച്ചി തണുക്കുകയൊക്കെ വേണ്ടേ മോളൊരു കാര്യം ചെയ്, വേഗം കുറച്ച് കടലപ്പൊടി എടുത്തിട്ടേ എന്തെങ്കിലും കുറച്ച് എണ്ണക്കടി ഉണ്ടാക്ക്, പൊക്കോടെ എന്തെങ്കിലും ഉണ്ടാക്ക്. ഇത്തിരി എരിവൊക്കെ നല്ലോണം ഇട്, എരിവും ഉപ്പൊക്കെ. എണ്ണക്കടിയൊക്കെ കഴിക്കണോ അമ്മേ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എണ്ണയുള്ള ഒന്നും ഉപയോഗിക്കരുതെന്ന്. അപ്പൊ നീര് കൂടാൻ വേണ്ടിട്ട്. ഓ, ഡോക്ടർ അങ്ങനെ പലതും പറയും. എനിക്കിപ്പോ അത്ര വലിയ കുഴപ്പമുണ്ട് കാലിന്, അതന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ മനുഷ്യനല്ലേ മോളെ, അങ്ങനെ ഓരോന്ന് കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നില്ലേ? എത്രയെന്ന് വെച്ചാൽ മനസ്സിൽ ഒതുക്കി ഒതുക്കി ഇരിക്കുക. നീ അങ്ങ് ഉണ്ടാക്കിക്കോ, വരുന്ന ഇവിടെ വെച്ച് കാണാം. എടി അമ്മയ്ക്ക് എന്താ വേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്ക്. ആ, ഞാൻ ഉണ്ടാക്കാം. ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും നോക്കണ്ട അമ്മ, ഞാൻ ആക്കി തരാം. എന്നാ നീ ഉണ്ടാക്കും മോളെ. കാറ്റും വെളിച്ചമൊന്നും കൊള്ളാണ്ട് ഒരു മാസം കഴിഞ്ഞില്ല, ഇങ്ങനെ അകത്തന്നെ ഇരിക്കുന്നു. ഞാൻ മുറ്റത്തൊന്ന് പതുക്കെ ഇറങ്ങട്ടെ. ഓ, ഉണ്ട്. എണ്ണക്കടി എന്തൊക്കെയോ ഉണ്ടാക്കി അവിടെ കഴിക്കുന്നു. എനിക്കാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ മെല്ലെ ഒന്ന് പുറത്തിറങ്ങിയതാ. എന്തെല്ലാം ആണെന്ന് കാലൊന്നും മുടങ്ങുമ്പോഴേക്കും ഉണ്ടാക്കി കഴിക്കുന്നത്. എൻ്റെ അമ്മോ, എണ്ണ എത്ര വാങ്ങിയ എണ്ണ മുഴുവനും കഴിച്ചു. അവനാണെങ്കിൽ ഒന്നും പറയില്ല, എല്ലാത്തിനും സപ്പോർട്ടാ. ഇല്ലില്ല, ഞാൻ ഒന്നും കഴിക്കലില്ല. എന്തെങ്കിലും രാവിലെ ഇത്തിരി പലഹാരം കഴിക്കാം, പിന്നെ ഇത്തിരി ചോറ്, ഇത്തിരി ചിക്കനും മീനും ഒരുപാട് എനിക്ക് ആവശ്യമാണ്. അതൊന്നും ഉണ്ടാക്കി നാവിൽ വെക്കാൻ കൊള്ളില്ലേ. അത് കാരണം ഞാൻ അതൊന്നും ഇപ്പൊ കഴിക്കലില്ല. അധികം ഇത്തിരി അച്ചാറ്, ചമ്മന്തി, കഞ്ഞി. നോക്ക്, എനിക്ക് വയ്യാണ്ടായി പോയി കോല. ഇനിയിപ്പോ ഒന്ന് എന്നാലും ഒരു വിധം നിക്ക. ഒന്ന് റെഡിയായ ശേഷമേ ദേഹത്ത് വലിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. മക്കളൊക്കെ ഇവിടെ. അപ്പൊ ഞാനിവിടെ വന്നതിൽ പറഞ്ഞാലേ കുറ്റം പറഞ്ഞു തരുവാണ് പറയുക അവള്. കാരണം അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന മുഴുവനും അങ്ങനെയാ. വയ്യ, സഹിക്കാൻ വയ്യ. നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞൊരു സങ്കടം തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ശരി ഗിരിജ, ഞാനെന്നാ പോകട്ടെ. ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കട്ടെ. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ പറഞ്ഞ പൊടി അങ്ങ് കൊണ്ട് കൊട്ടും. അതില് വായിൽ വെക്കാൻ പറ്റുമോ കട്ടൻ ചായ? എന്നാ ശരി, നീ പോ. ഈ അമ്മ ഇതെവിടെ പോയി? കാല് വയ്യാത്ത അമ്മ എങ്ങനെ ഇതും പിടിച്ചോണ്ട് നടക്കുന്നത്? അമ്മേ, ഇത് എടുത്ത് നടക്കുകയല്ല, അത് വഴിയിൽ ആരും കൊണ്ട് വെച്ചത്. എന്റെ കാലിൽ തട്ടി വീഴാൻ പോയതായിരുന്നു. അല്ലെങ്കിൽ തന്നെ കാല് സുഖമില്ല. ഞാൻ ഒരു കൈ കൊണ്ട് പതുക്കെ അങ്ങോട്ട് മാറ്റാൻ നോക്കിയത്. അതുണ്ടോ പൊങ്ങുന്നത്? അതിനെയൊക്കെ ഒന്ന് വഴിയിൽ നിന്ന് മാറ്റി വെക്കി. അമ്മ, അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. വെറുതെ അമ്മ അതിന്റെ പുറകെ നിൽക്കണ്ട. നല്ല ചൂട് പക്കോടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുക്കുമ്പോഴത്തേക്ക് അമ്മ ഒന്ന് കഴിച്ചേ. അവിടെ എടുത്തു വെക്കി, ഞാനിപ്പോ വരാം. അല്ല, എത്ര നേരം കൊണ്ട് എന്റെ അടുത്ത് അടുക്കളപ്പണി മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇവിടെ എന്തൊക്കെ അവിടെ? ഒന്ന് കാല് സുഖമായി ഒന്ന് പതുക്കെ എണിച്ചേ ഉള്ളൂ. ഇനി അടുക്കളയിൽ നിന്ന് എന്റെ കാല് വേദന കൂടി വരില്ലേ? നീ എണീറ്റ് വാ. എവിടെയാ മോനെ? നിന്റെ അമ്മ ഞങ്ങൾ വിളിക്കേ. എന്നെ കൊണ്ടാവില്ലേ പണി മുഴുവൻ ചെയ്യാൻ. നല്ല കാര്യായി. അമ്മയ്ക്ക് വയ്യ, അമ്മ കിടക്കല്ലേ? കിടക്കേ? അതെന്താ? എന്റെ ചായ കുടിക്കുന്ന കണ്ടല്ലോ, അത് ഒരു വയ്യാകിയില്ല അല്ലെ? ചായ കുടിച്ചു പോയി കിടന്നു. ഇതെന്താ? ഇതന്നെ മരുമകളെ പറയണത്. അത് എന്റെ സ്വന്തം മോളാണെങ്കിലോ. എന്റെ അമ്മ കാല് വയ്യാണ്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതിന് പണിയെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിചാരം അവൾക്കില്ല. ഞാൻ ചെയ്യൊന്നുമില്ല. നല്ല കാര്യം. വേണമെങ്കിൽ വന്ന് ബാക്കി ആയിരിക്കും. ഞാൻ കുറച്ച് അരച്ചിട്ടുണ്ട്, എനിക്ക് അത്രേ കഴിയും.
അച്ഛമ്മ എനിക്കൊരു ഗ്ലാസ് പാലെടുത്തു തരോ? പാല് വേണടാ എന്റെ മോനെ. കുഞ്ഞ് പാല് ചോദിക്കുന്നു, അല്ല പാലെടുത്തു കൊടുക്ക്. ഇതെന്താക്കുക അവിടെ? നിന്റെ അമ്മനോട് ചോദിക്കും മോനെ പാല്. എന്നെ കൊണ്ട് രാവിലെ എനിക്ക് ആകെ 2 കയ്യും കാലൊക്കെ ഉള്ളൂ. രാവിലെ തുടങ്ങി ഓരോരോ പണിയെടുക്കുന്നു. അല്ല നീ എന്ത് ഇവിടെ വന്ന് കിടക്കുന്നു? കുഞ്ഞ് പാല് ചോദിക്കുന്നു, അരി അരച്ച് പാതി അവിടെ വെച്ചിരിക്കുന്നു. അടുക്കളയിൽ എന്തെല്ലാം പണിയാ കിടക്കുന്നത്. ഇവിടെ വന്നുകൊണ്ട് കിടന്നാ മതി, നല്ല സുഖമാണ് പറഞ്ഞു കണ്ട്. എനിക്ക് തീരെ വയ്യമ്മേ, നല്ല തലവേദന, ശരീരമാണെങ്കിൽ കുഴഞ്ഞു പോകുന്നുണ്ട്. ഇന്നലെ മഴയത്ത് തുണി മുഴുവൻ അലക്കിയതല്ലേ, അതാ പനി വരുന്നുണ്ട് തോന്നുന്നു. അമ്മയൊന്നും എടുത്തു കൊടുക്കോ പാല്? എനിക്കൊന്നും പറ്റില്ല പാലെടുത്തു കൊടുക്കേ. അതെ, അടുക്കളയിലെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം പറഞ്ഞ് രണ്ടും കൂടി എന്റെ അടുത്ത് നടക്കില്ല. 100 വർഷം മുട്ട പാല് അത് ഇത് പറഞ്ഞിട്ട് വിളിക്കാം. നീ പോയി അത് എടുത്തു കൊടുക്ക്, എന്നിട്ട് അടുക്കളയിലേക്ക് കയറ്. അമ്മ എന്നാലും ആ ടേബിളിൽ മരുന്ന് വെച്ചിട്ടുണ്ട്, മരുന്ന് വെള്ളം എടുത്തു തരൂ. ഇനിയിപ്പൊ അത് മാത്രമേ ഉള്ളൂ? ഞാൻ നിങ്ങളുടെ പണിക്കാരിയാണോ? നിനക്ക് ടാബ്ലറ്റ്, കുഞ്ഞിന് പാല്, അത് കരയുന്നു. നീയേ വന്ന് അടുക്കളയിൽ വന്ന് വേണത് എടുത്ത് കഴിക്ക്, മരുന്ന് എന്തെങ്കിലും എടുത്തിട്ട്. എന്നിട്ട് ചോറൊന്ന് വെക്കാൻ നോക്ക് വേഗം. എന്നോടാവില്ല കേട്ടോ, വേഗം വന്നോട്ടെ, കിടക്കണ്ട. നീ കിടന്നാലാവില്ല, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. ഇതെന്താ ഇത്? അമ്മേ ആണോ? അയ്യോ, ഇനിയിപ്പോ വന്നിട്ട് ഇപ്പൊ സമയം 2 മണിയായില്ലേ. ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴാ അറിഞ്ഞ്. ആ എന്നാ പിന്നെ ഞാൻ വരാം. അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. ശരി. അമ്മേ, ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് വീട് വരെ പോണം. വീട്ടിൽ പോകാനോ? എന്ത് പറ്റി പെട്ടെന്ന്? അമ്മ, അനിയത്തിന്റെ കല്യാണം പെട്ടെന്നല്ലേ ശരിയായത്. അപ്പൊ ചെക്കൻ അടുത്ത ആഴ്ച ഗൾഫിലേക്ക് പോവാണത്രേ. അവൻ പെട്ടെന്നാണ് വിസ വന്നതെന്ന്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് അവർ ഇന്ന് വീട്ടിലേക്ക് വരുന്ന പറഞ്ഞിരിക്കണ്ട. ഒരു 3-3:30 ആകുമ്പോ. പിന്നെ അച്ഛന് ബാങ്കിലേക്കും പോകാണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞതാ ഞാനും കൂടി പോണെന്ന്. അല്ല, നിന്റെ അനിയത്തിന്റെ ചെക്കന്റെ വീട് നാളെ വരികയാണെന്ന് പറഞ്ഞിട്ടേ ഇപ്പോഴാണ് നിന്റെ അടുത്ത് വിളിച്ചു പറയുന്നത് ഇന്ന് വാ വന്നിട്ട്? പിന്നെ നിന്നെ വേറൊരു വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതാ. നീ പോകണ്ട. അവർക്ക് നിന്റെ വില എന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവന് പെട്ടെന്ന് വിളിക്കുമ്പോഴേക്കും പോയാലേ വിലയില്ലാണ്ടാവും. പിന്നെ നിന്റെ അച്ഛൻ ബാങ്കിലേക്ക് ഒറ്റയ്ക്ക് അറിയില്ല, എന്താ എഴുത്തും വായനൊന്നും അറിയാത്ത ആളാണ്. മോളും കൂടെ പോകണത്രേ. അമ്മ, അനിയത്തിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴാ വിളിച്ചത്. അപ്പൊ തന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനാണെങ്കിലും ബാങ്കിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. ഇത് അനിയത്തിന്റെ കല്യാണത്തിന് ലോണിന് അപേക്ഷ ഉണ്ടായിരുന്നേ. അപ്പൊ അത് ഏകദേശം എന്തൊക്കെയോ ശരിയായെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് 3 മണിക്ക് മുമ്പ് അവിടെ എത്തണം. ഓ, ഇത് എന്തൊരു ഗതിയില്ലാത്ത കുടുംബക്കാരാ. നിന്റെ കല്യാണത്തിന് കുറെ സ്ഥലം വിറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിന്റെ അനിയത്തിന്റെ കല്യാണം സ്ഥലം കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കാൻ പോകുന്നു. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? നീ എന്തോ ചെയ്യ്. അവസാനം നിനക്ക് ഒരു ഭാഗം ഉണ്ടാവും തോന്നില്ല നിന്റെ വീട്ടിൽ നിന്ന്. അമ്മ, ഞാൻ വേഗം പോയിട്ട് വരാം. മക്കളെ കൂട്ടുന്നില്ലേ? പിന്നെ കീ എടുക്കുന്നുണ്ട്. കീ എടുക്കാനോ? ഓ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. പെട്ടെന്ന് പോയിട്ട് വരാ പറഞ്ഞ ആ കാര്യം ഞാൻ എനിക്ക്. അതെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. അവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. മക്കളെ നന്നായിട്ട് നോക്കണേ. അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആടെ നീ പോയിട്ട് വാ, എന്തായാലും വിളിച്ച് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന്. പിന്നെ ബൈക്ക് എടുത്തിട്ടാ പോന്നെ, അത് ഹൈവേ കൂടെ, ശ്രദ്ധിച്ചു പോയിട്ട് വരണം കേട്ടോ. അല്ല, നീ ഏത് ബൈക്ക് എടുത്തിട്ടാ പോകുന്നത്? ഇത് ശ്രുതിമോളുടെ ബൈക്കല്ലേ? ഈ വണ്ടിയും കൊണ്ടാണോ നീ പോകുന്നത്? അവളോട് നിർത്തിയിട്ടതേ നിനക്ക് പോകാനാ? അമ്മ, അത് എന്റെ ബൈക്ക് ശ്രുതി കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആക്കിയതല്ലേ. 2 മാസമായി. ഏട്ടനെ വർക്ക്ഷോപ്പ് കൊണ്ടിടുക, പിന്നെ തിരിച്ചുകൊണ്ട് വരിക, പിന്നെയും വർക്ക്ഷോപ്പ് കൊണ്ടുപോകാ, തിരിച്ചുകൊണ്ട് വരിക. അത് മാത്രമേ ഉള്ളൂ. അതിപ്പോഴും വർക്കാവുന്നില്ല. എനിക്ക് ബസ്സിനൊന്നും പോകാൻ സമയമില്ല. ഇനി 3:30 കഴിയും ഇവിടുന്ന് ബസ് കിട്ടാൻ. അല്ല, നീ എന്താ ഒരു ദിവസം നിന്റെ പൊട്ട വണ്ടി കൊണ്ട് എന്റെ മോള് പോയി എന്ന് പറഞ്ഞ് വലിയ കണക്ക് പറയുന്നത്? പിന്നെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോകണ്ട. ഏ, കീ ഇങ്ങ് തന്നെ. അല്ലമ്മേ, എനിക്ക് ചുറ്റി നീ പോകുമ്പോഴത്തേക്ക് ഇങ്ങ് തന്നെ, നീ അല്ലെങ്കിൽ പോകണ്ട. കീ ഇങ്ങ് എടുക്ക്. നല്ല കാര്യായി. എന്റെ മോളെ വണ്ടിയും കെട്ടാണ് നീ പോകാൻ നിൽക്കുന്നത്. ബാങ്കിലേക്ക് വൈകും. പോകണ്ട, വൈകട്ടെ, നിന്റെ അച്ഛൻ പോയിക്കോട്ടെ. ഈ അമ്മ എന്ത് പണിയാ ഇതിനോട്ടെ കാണിക്കുന്നത്? ഇതിനുവേണ്ടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ശ്രുതി എല്ലാ ദിവസവും കോളേജിലേക്ക് എന്റെ വണ്ടി എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിന് മഴയായിരുന്നെങ്കിലും ചെളിയായിരുന്നെങ്കിലും ഒക്കെ പറയും എന്റെ വണ്ടി മതി, അതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, പഴയതല്ലെന്ന് പറഞ്ഞാൽ അത് എടുത്തോണ്ട് പോകും. ഇപ്പൊ കംപ്ലൈന്റ് ആക്കി അവിടെ ഇട്ടു. ഒരു നേരം ഒന്നും ഇതെടുക്കാൻ എന്നെ സമ്മതിക്കില്ല. എടി, അമ്മേന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ.
അല്ലെങ്കിൽ എനിക്കും കുറച്ചൊക്കെ പേടിയുണ്ട്. നീ ബൈക്കായിട്ടാ വലിയ റോഡിൽ കൂടെ പോകുന്നത്, അത് അത്രയും ദൂരം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലേ അത് മതി അമ്മയ്ക്ക്. പിന്നെ 2-3 മാസം അതന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. അത് കേൾക്കണം. എന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ 2 മാസമായി, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെ അത് അറിയാണ്ട് പറ്റിയതല്ലേ, അത് കുഴപ്പമില്ലല്ലോ, നിന്റെ ബൈക്കല്ലേ. സമയം 2:30 കഴിഞ്ഞു, ഞാൻ എങ്ങനെ അവിടെ എത്തുക? ഇവിടെ ആണെങ്കിൽ ഒരു ഓട്ടോ പോലും കിട്ടൂല. നിനക്ക് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടില്ലേ? അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോവാ. 2:45 ബസ് ഉണ്ട്. നീയേ ആ ബസ്സിന് അങ്ങോട്ട് വീട്ടിൽ പോയിക്കോ. ഇപ്പൊ തന്നെ വിട്ടോ, അല്ലെങ്കിൽ വാ, ഞാൻ അവിടെ വരെ കൊണ്ടുവിടാം നിന്നെ. വാ. എന്റെ അച്ഛൻ അവിടെ കാത്തിരിക്കായിരിക്കും. ഞാൻ എപ്പോ വീടെത്താനാ? ബൈപ്പാസിലൂടെ ബൈക്ക് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ അല്ല വേണ്ട 20 മിനിറ്റിൽ വീടെത്തും. ഒരു കഷ്ടാണ്. ഇനി ചുറ്റി വളഞ്ഞ് ഇനി ബസ് സ്റ്റാൻഡ് എത്തി അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യാൻ. ഇവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിൽക്കണം. പക്ഷെ എൻ്റെ ഒരു ആവശ്യം വന്നാൽ ഒരാളും ഇല്ല. പാവ അച്ഛൻ. അച്ഛനോട് പറയട്ടെ, ഇല്ല ഞാൻ എത്തിയിട്ടൊന്നും നടക്കൂല. വരുന്നു. ഹലോ അച്ഛ. അച്ഛ ബാങ്കിലേക്ക് നമുക്ക് വേറൊരു ദിവസം പോവാം. ഞാൻ വൈകും അച്ഛ അവിടെ വരാൻ. ഞാൻ എത്തിക്കോളാം. ആയിക്കോട്ടെ. എങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു 5:30 വരാം. അതിപ്പോ ഞങ്ങൾക്ക് ഒരു മോനെ സ്കൂളിൽ നിന്ന് ഒരു സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് യൂണിഫോമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയോ പുതിയ പ്രോഗ്രാംസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ റോഡ് പണി നടക്കുക, പാരൻസിനൊന്നും അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഓൺലൈൻ മീറ്റിംഗ്. ഞാൻ അവനോട് പറയാം. വാങ്ങിയിട്ടുണ്ട് ബുക്സൊക്കെ. ആയിക്കോട്ടെ, ശരി. ഹേക്കുട്ടാ, ഇനി നമ്മുടെ കളിയൊക്കെ നിർത്തിക്കും കുറച്ച് നേരത്തേക്ക്. ബുക്സൊക്കെ എടുത്തു വെച്ചോ. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാമിനോട് നേരിട്ട് ചോദിക്കണം കേട്ടോ. മോനൊരു കാര്യം ചെയ്തോ, ഒന്ന് ബുക്സൊക്കെ ഒന്ന് ബാഗിലാക്കി വെച്ചോ കേട്ടോ. പോയിക്കോ, ഇതെടുത്തോ. സാരമില്ല, ഒന്ന് പൊട്ടിച്ചോ. ഞാന് ഓക്കെ കൊണ്ടുവയ്ക്കാം കേട്ടോ. ഓൺലൈൻ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ വിളിക്കാം കേട്ടോ. ഏകദേശം സമയമായി. ബാഗൊക്കെ എടുത്തു വെച്ചോ. മോളെ, ഇപ്പൊ ആദ്രം മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അവളുടെ അമ്മയമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിച്ച് 4-5 ദിവസമായില്ലേ. ഇന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിരിക്കണു. എല്ലാം ഇവിടുന്ന് എന്റെ അടുത്ത് ഉണ്ടായിക്കൊണ്ടുപോകാൻ മറ്റപ്പോ വിളിച്ചതാ. അല്ല, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ആര് കൊണ്ടുപോകും? നമ്മള് കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ പച്ചക്കറികൾ ഒന്നുമില്ല. ഞാൻ ഒരു ലിസ്റ്റ് തരാം. നീ സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിട്ട് വാ. അതിന് എന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് അല്ലേ, പിന്നെ ഞാൻ ഏതെടുത്തോണ്ട് പോകും? ശ്രുതിമോളുടെ സ്കൂട്ടർ എടുത്തിട്ട് പോ. അവളോട് വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. ശ്രുതിന്റെ ബൈക്കോ? ശ്രുതിന്റെ ബൈക്ക് തന്നെ. നിനക്കത് ചെവി കേൾക്കുന്നില്ലേ? ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ പോകാനുള്ളൂ. അവിടെ എല്ലാ പച്ചക്കറിയും കിട്ടുമല്ലോ. പച്ചക്കറികളെല്ലാം എല്ലാം വാങ്ങി ഒരു ഓട്ടോക്കാരൻ നമ്പർ വാങ്ങിക്കാൻ മോളെ. എന്തറിയോ, നീ പച്ചക്കറി ഇവിടെ കൊണ്ട് തന്ന് ഞാനെല്ലാം ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓട്ടോക്കാരന് വരാൻ പറയാ. പിന്നെ നമുക്ക് എല്ലാവരും കൂടി പാത്രത്തിലാക്കി ഇങ്ങോട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നോ. ബസ്സിലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചുറ്റി വളഞ്ഞിട്ടല്ലേ ബസ് വരിക. പിന്നെ അതിന് ശേഷം ഒരു 7:30-8 മണിയാവുമ്പോഴേ ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ ശ്രുതിന്റെ സ്കൂട്ടർ കൊടുത്ത് എന്നെ കൂട്ടാൻ വന്നാൽ മതി. പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമല്ലോ. എന്നിട്ട് അയ്യോ, എനിക്ക് പറ്റില്ലമ്മേ. പറ്റില്ലാന്നോ? ചോറും കറി ഇവിടെ ഉണ്ടായിക്കൊണ്ടുപോകാനേ അവള് എന്നോടാ പറഞ്ഞിരിക്കുന്നത്. നീ എന്താ പറ്റില്ല പറയുന്നത്? അത് അമ്മയോട് കൊണ്ടുപോകാനല്ലേ പറഞ്ഞേ. അമ്മ കൊണ്ടുവയ്ക്കോ? എനിക്ക് പറ്റില്ലെന്നാ പറഞ്ഞേ. ഒന്നാമത് ശ്രുതിന്റെ ബൈക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആകും. പിന്നെ അവള് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞത് അമ്മ കേൾക്കേണ്ടി വരും. അതെന്തായാലും വേണ്ട. ഒരു അത്യാവശ്യ സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് വണ്ടിക്ക് എന്ത് പറ്റേ? ഇതിനൊക്കെ തന്നെയല്ലേ സ്കൂട്ടർ വാങ്ങി വെച്ചിരിക്കുന്ന അവിടെ. അപ്പൊ അമ്മയ്ക്ക് അറിയാല്ലേ അത്യാവശ്യ കാര്യത്തിനാണ് ഈ വണ്ടിയൊക്കെ എന്ന്. ഇതിനേക്കാളും വലിയ അത്യാവശ്യമായിരുന്നു അന്ന് എന്റെ വീട്ടിൽ. എന്റെ അച്ഛൻ അന്ന് കാത്തു നിൽക്കുക ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതും എന്റെ അനിയത്തിന്റെ കല്യാണ ആവശ്യത്തിന്. പിന്നെ അവളെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ നിൽക്കുക. ഞാൻ അവിടെ എത്തിയത് 5 മണിക്ക്. ചുറ്റി വളഞ്ഞ് അവിടെ ബസ് പിടിച്ച് എത്തിയ ശേഷം അന്നേരം അമ്മ എന്നോട് എന്താ ചെയ്തത്? ബൈക്ക് കംപ്ലൈന്റ് ആകും, നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര അമ്മേനോട് റിക്വസ്റ്റ് ചെയ്തു. കീ വാങ്ങി വെച്ചില്ലേ. അതുകൊണ്ടേ ആ ബൈക്ക് ഉപയോഗിക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യ്, ഇതിപ്പോ അമ്മേനോടല്ലേ പറഞ്ഞു ചോറ് കൊണ്ടുപോകാൻ. അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത്. നിങ്ങൾ എന്താ ഇവിടെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് സൗണ്ട് ഒന്നും വരരുതെന്ന്. എനിക്ക് അവിടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ സമയമായി. അതിന്റെ ഇടയ്ക്കാണ് വർക്ക് ഫ്രം ഹോം എടുക്കണ്ടായിരുന്നു. ഞാനല്ല സൗണ്ട് ഉണ്ടാക്കുന്നത്, നിന്റെ ഭാര്യ. അതിന്റെ അമ്മയമ്മയെ 5-6 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത്. ഇന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിരിക്കണത്രേ. ഇവിടുന്ന് കൊണ്ടുപോകെ
ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. വേഗം അവിടെ ഭക്ഷണം എത്തിക്കണം. പച്ചക്കറി വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞപ്പോഴേ അവിടെ സ്കൂട്ടറിൽ എടുക്കില്ല എന്ന്. ഇവിടെ ഇങ്ങനൊന്നും അല്ലല്ലോ. അമ്മ എന്ത് പറഞ്ഞാലും ഓടിച്ചാടി ചെയ്തു തരുന്നല്ലേ. എടി, ആ സ്കൂട്ടർ എടുത്ത് പോയിട്ട് വാങ്ങേണ്ട സാധനം ഒന്ന് വാങ്ങിയിട്ട് വാ. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ചെയ്തു കൊടുക്ക്. അമ്മ പറയുന്ന പോലെ ചെയ്തു കൊടുക്കാനേ ഇപ്പൊ തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ എല്ലാവർക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു കാര്യം വരുമ്പോ ഒരാളും സഹായത്തിനില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടാത്ത സഹായം ഞാൻ അങ്ങോട്ടും ചെയ്യുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചതാണ്. ശ്രുതി എന്റെ ബൈക്ക് എന്നും എടുത്തിട്ട് പോകും. അവസാനം അത് കംപ്ലൈന്റ് ആക്കി അവിടെ ഇട്ടു. ആർക്കും ഒരു പരാതിയില്ല, എനിക്കും പ്രശ്നമില്ലായിരുന്നു. അവളുടെ ബൈക്ക് ഞാൻ ഒരു ദിവസം അത്ര അത്യാവശ്യ കാര്യത്തിന് എടുക്കട്ടെ ചോദിച്ചപ്പോ ഇവിടെ എല്ലാവർക്കും പ്രശ്നം. നിങ്ങൾ പോലും അമ്മേനെ സപ്പോർട്ട് ചെയ്തു. ചെയ്തതിനൊക്കെ കണക്ക് വരേണ്ട സമയമാണ് ഇത്. ഒരാൾ സുഖമില്ലാണ്ട് കിടക്കുകയല്ലേ, കുറച്ച് മനുഷ്യപ്പറ്റി കാണിക്കണ്ടേ? അങ്ങനെ സുഖമില്ലാണ്ടേ ഞാൻ ഒരാഴ്ച കിടന്നല്ലോ. അതിന് കുറച്ച് ദിവസം മുമ്പ് അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ ഞാൻ പൊന്നുപോലെ നോക്കിയില്ല, 1-2 മാസം. അമ്മയ്ക്കും സന്തോഷം, ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. എനിക്കും വയ്യാണ്ടായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ടാബ്ലറ്റും എടുത്തുതരാൻ പറഞ്ഞപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊരു സെക്കൻഡ് ഇവിടെ കിടക്കാൻ പറ്റും. അമ്മ മക്കളെ ഒന്ന് നോക്കി. അല്ല, നിങ്ങളെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു ഉപകാരം കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തു തരും. പക്ഷെ പിന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തരില്ല, ഞാൻ അത് മൈൻഡ് ചെയ്യില്ല, പിന്നെയും ചെയ്തു തരും. പിന്നെ എനിക്കൊരാവശ്യമോ പിന്നെയും നിങ്ങൾ ചെയ്തു തരില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമോ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം, ഞാൻ പിന്നെയും ചെയ്തു തരും. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിന് വന്ന് ഏട്ടൻ കൈയും കാലും പിടിച്ചാലും ചിലപ്പോൾ ചെയ്തു തരില്ല. അതുകൊണ്ടേ ആ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി. ഇപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി നോ പറഞ്ഞില്ലെങ്കിലേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. മോനെ, ഒന്ന് നീ പോയി വാങ്ങിച്ചിട്ട് പാടാ എല്ലാ പച്ചക്കറിയും. ഒരു കാര്യം ചെയ്യും, ഓട്ടോക്കാരൻ നമ്പർ വാങ്ങിക്കോ, വീണ്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇവളുടെ സഹായം വേണ്ട നമുക്ക്. പിന്നെ ഞാനിപ്പോ ഓട്ടോയും വിളിച്ച് മാർക്കറ്റിൽ ചെന്ന് പച്ചക്കറി വാങ്ങിട്ട് വരാം. അമ്മ, എനിക്കിവിടെ ഓൺലൈൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. കുറെ പേര് റെഡി ആയിരിക്കുക. അതിന്റെ ഇടയ്ക്ക് പച്ചക്കറി കൊണ്ടുവരാൻ. അമ്മ ചോറ് കൊണ്ടു കൊടുത്തിട്ട് വരുമ്പോഴത്തേനെ എന്റെ ജോലി അങ്ങോട്ട് പോകും. എന്നാ പിന്നെ നിന്റെ ജോലി കളഞ്ഞിട്ട് പോകണ്ട. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇത്രയും വലിയൊരു അത്യാവശ്യമല്ലേ ഇത്? നിന്റെ പെങ്ങളല്ലേ, അവിടെ പൊളിച്ചിട്ട് പോകാണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ മോളല്ലടാ അവിടെ ഇരുന്നിട്ട് വിളിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഞാന്? മോളെ ഒന്ന് പോ മോളെ. അയ്യോ, എനിക്ക് പറ്റില്ല മേ. ഏട്ടന് ഏട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ എനിക്കും കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ്. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ നടന്നാൽ മതി, മാർക്കറ്റ് എത്തും. അന്ന് ഞാൻ അങ്ങനെയല്ലേ നടന്നത്. അമ്മ എനിക്ക് സ്കൂട്ടർ തരാണ്ട്. ഏട്ടൻ പറഞ്ഞു കുറച്ച് ദൂരം വരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. ഒരു 10 മിനിറ്റ് നടന്നു. ഏട്ടൻ പറഞ്ഞു നീ പോയിക്കോ, എനിക്ക് നടക്കാൻ വയ്യ. പിന്നെ ഞാൻ 20 മിനിറ്റ് നടന്നു. എന്നിട്ട് അവിടുന്ന് ഒരു 10 മിനിറ്റ് കാത്തു നിന്നിട്ട് എനിക്ക് ഒരു ഓട്ടോ കിട്ടിയത്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു 5-5:30 എന്റെ വീടെത്താൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അമ്മ ഒരു 10 മിനിറ്റ് നടക്കുക, ബാക്കി 20 മിനിറ്റ് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക. എന്നിട്ട് മാർക്കറ്റ് എത്തിയ സാധനവും വാങ്ങി ഓട്ടോക്കാരൻ നമ്പർ വാങ്ങിയിട്ട് അതേപോലെ അങ്ങോട്ട് തിരിച്ചു വരിക. ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ ഞാനും സഹായിക്കാം. അമ്മ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. അല്ല മോളെ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് വേറെ ഒന്നും വിചാരിക്കില്ല അമ്മേ. ഇപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് നോ പറഞ്ഞില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് ഇന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ഹലോ. ഞാൻ വരാം കേട്ടോ. എന്താ ചെയ്യാ?